ഇന്ന് മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്ററിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇൻ്റർഫെറോമീറ്ററിൽ മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്റർ കൺസിസ്റ്റ് ഓഫ് ടു ഒപ്റ്റിക്കലി പ്ലെയിൻ മിറേഴ്സ് M1 ആൻഡ് M2 അറേഞ്ച്ഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ്. എന്താണ് M1 M2 എന്ന് പറയുന്ന രണ്ട് മിറേഴ്സ് ഇതിലുണ്ട്. അതെന്ന് പറയുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വച്ചേക്കുകയാണ് ഒരു പെർട്ടിക്കുലർ ഈക്വൽ ഡിസ്റ്റൻസിൽ തന്നെ. ഫ്രം എ ഗ്ലാസ് പ്ലേറ്റ് G എന്ന് പറയുന്ന ഈ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ആ ഗ്ലാസ് പ്ലേറ്റിൽ നിന്ന് M1 എന്ന് പറയുന്ന മിററും M2 എന്ന് പറയുന്ന മിററും ഇക്വൽ ഡിസ്റ്റൻസിൽ വച്ചേക്കാണ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിട്ട്. ദ മിറർ ഫിക്സ്ഡ് ദ M1 ക്യാൻ ബി മൂവ്ഡ് വിത്ത് എ ഹെൽപ്പ് ഓഫ് മൈക്രോമീറ്റർ സ്ക്രൂ. എന്താണ് M2 എന്ന് പറയുന്ന മിററിനെ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. M1 എന്ന് പറയുന്നത് മൂവബിൾ ആണ്. അതിനെ നമുക്കൊരു മൈക്രോമീറ്റർ സ്ക്രൂ വെച്ചിട്ട് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. The distance through which the mirror M1 is moved can be read on the scale. എന്താണ് M1 മൂവ് ചെയ്യുന്ന ആ ഒരു ദൂരം ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാനായിട്ട് സ്കെയിൽ യൂസ് ചെയ്ത് റീഡ് ചെയ്യാനും പറ്റും. The glass plate G is half silvered on the ബാക്കിൽ എന്താണ് ഗ്ലാസ് പ്ലേറ്റ് G എന്ന് പറയുന്നത് ഹാഫ് സിൽവേർഡ് ആണ്. അതിൻ്റെ ബാക്കിൽ ഹാഫ് സിൽവേർഡ് ആണ്. സോ ദാറ്റ് ദ ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ഈക്വലി. അതുകൊണ്ട് തന്നെ ലൈറ്റ് അത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ് റിഫ്ലക്റ്റും ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റർഫെറോമീറ്ററിൽ മെയിനായിട്ടുള്ളത് രണ്ട് മിറേഴ്സാണ്, M1 ആൻഡ് M2 എന്ന് പറയുന്ന മിറേഴ്സാണ്. അത് പെർപെൻഡിക്കുലറായിട്ട് വെച്ചിട്ടുണ്ട്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതിൽ നിന്ന്, ഈ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുമാണ് ഇത് വച്ചേക്കുന്നത്. M1 എന്ന് പറയുന്ന മിറർ മൂവബിൾ ആണ്, M2 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ M1 മൂവ് ചെയ്യുന്ന എത്ര ദൂരമാണെന്നുള്ളത് നമുക്ക് സ്കെയിൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റീഡ് ചെയ്യാനായിട്ട് പറ്റും. M2 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്ന ഹാഫ് സിൽവേർഡ് ആണ്. G എന്ന് പറയുന്ന ഗ്ലാസ് പ്ലേറ്റ് ഹാഫ് സിൽവേർഡ് ആണ്. അതിനപ്പോൾ ഈക്വൽ ആയിട്ട് റിഫ്ലക്ഷനും നടക്കും, ട്രാൻസ്മിഷനും നടക്കും. Light from a monochromatic source S after passing through a lens L allowed to fall on the plate G. എന്താണ് നമ്മളൊരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് S എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുണ്ട്. ഒരു ലെൻസ് ഉണ്ട്. ലെൻസ് ആകുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകും. അത് എന്ത് ചെയ്യുന്നു, G എന്ന് പറയുന്ന പ്ലേറ്റിലോട്ട് വീഴുന്ന തരത്തിൽ അതിനെ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നു. The lens makes the beam parallel. എന്താണ് ലെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ലെൻസ് ആ ബീമിനെ പാരലൽ ആക്കുന്നുണ്ട്. ദ പ്ലേറ്റ്സ് G is inclined at an angle of 45 degree, so one half of the energy of the incident beam is reflected towards M1 and the other half transmitted towards M2. എന്ത് ചെയ്യുന്നുണ്ട്, മിറർ എന്ന് പറയുന്നത് അതിൽ അവിടെ വെച്ചേക്കുന്ന G എന്ന് പറയുന്ന പ്ലെയിൻ ഗ്ലാസ് എന്ന് പറയുന്നത് ഹാഫ് സിൽവേർഡ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 1/2 ഓഫ് ദ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്ത് M1 പോകുന്നുണ്ട്. ബാക്കിയുള്ളത് ട്രാൻസ്മിറ്റ് ചെയ്ത് M2 പോകുന്നു. Thus the two beams travel along two mutually perpendicular paths and are reflected back by the mirror M1 and M2. M1 M2 അതായത് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഇത് Gയിലെത്തി. ഈ Gയിലെത്തിയതിന് ശേഷം ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് M1 പോകുന്നു. ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ആകുന്ന ലൈറ്റ് M2 പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് രണ്ടിടത്തു നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്ത് റിഫ്ലക്റ്റഡ് ബാക്കായി തിരിച്ചു വരുന്നു. റിഫ്ലക്റ്റഡ് ബാക്കായി തിരിച്ചു വരുന്ന ഈ ലൈറ്റിനെ ദ ബീം റിഫ്ലക്റ്റഡ് ബാക്ക് ബൈ M1 ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ G വഴി അടുത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്ത് വന്ന M1 എന്ന് പറയുന്ന മിററിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വന്ന ലൈറ്റ് G എന്ന് പറയുന്ന ഗ്ലാസ് പ്ലേറ്റിലൂടെ ട്രാൻസ്മിറ്റും ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ബീം റിഫ്ലക്റ്റഡ് ബൈ M2 ഈസ് റിഫ്ലക്റ്റഡ് ബൈ G ടുവേഴ്സ് ഐയുടെ ഭാഗത്തേക്ക്. നമ്മളിവിടെ ഐ പറയുന്നത് ഈ ടെലിസ്കോപ്പിനെയാണ്. അപ്പോൾ ഈ ടെലിസ്കോപ്പിൻ്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്ത് വരുന്നുണ്ട്,
ഈ ലൈറ്റ് ഇവിടെ നിന്ന് തിരിച്ചു വരുന്നു, ഇവിടെ ചെന്നു റിഫ്ലക്റ്റായി, മിററാണ് റിഫ്ലക്റ്റായി തിരിച്ചു വരുന്നു. ഇപ്പോൾ ജിയിലെ പോയിന്റിലെത്തി, ഇവിടെ എത്തിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തത് ഐ പീസിലോട്ട് പോകുന്നു. അടുത്ത ഈ പോയിന്റിൽ വരുന്ന ഈ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ഈ ലൈറ്റ് റിഫ്ലക്റ്റഡ് ബാക്കായി ഇവിടെ എത്തിയതിന് ശേഷം ട്രാൻസ്മിറ്റായി റിഫ്ലക്റ്റായി എവിടേക്ക് പോകുന്നു, ടെലിസ്കോപ്പിലോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ദ ബീം റിഫ്ലക്റ്റഡ് ബൈ ദ മിറർ M1 pass through the plate G to compensate the path. A plate G dash is exactly identical with the G is arranged between the G and M2 parallel to G. എന്താ പറയുന്നത്? നമ്മൾ ഈ ലൈറ്റ് നോക്കിയേ, ഇവിടുന്ന് ഈ ലെൻസിൽ നിന്ന് വന്നു, ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോയി, വീണ്ടും അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു. ഇത് ജിയിൽ റിഫ്ലക്ഷനും ട്രാൻസ്മിഷനും 2 തവണ ഇതിന് നടക്കുന്നുണ്ട്, ഈ ഒരു വേവിന് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് പോയി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് നേരെ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ, ഇതിന് ട്രാൻസ്മിറ്റ് ആകുന്നില്ല. അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ വേവിൻ്റെ, ഈ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന വേവിൻ്റെ ലൈറ്റിൻ്റെ പാത്ത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് ജി ഡാഷ് എന്ന് പറയുന്ന ഈക്വൽ ടു ജിയുടെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ജി ഡാഷ് എന്ന് പറയുന്ന വേറൊരു ഗ്ലാസ് പ്ലേറ്റും കൂടെ നമ്മളവിടെ വെച്ചേക്കുന്നത്. ദ 2 beams travel through exactly equal optical paths, so they reach the eye in phase. ഈക്വൽ ഒപ്റ്റിക്കൽ പാത്ത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഐ പീസിലോട്ട് എത്തുന്ന വേവ് എന്തായിരിക്കും, ഇൻ ഫേസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഹെൻസ് ദി ഫീൽഡ് ഓഫ് ദി വ്യൂ വിൽ ബി ഡാർക്ക്. അതുകൊണ്ട് ഇൻ ഫേസിലായിരിക്കുന്നത് കൊണ്ട് ഫീൽഡ് ഓഫ് ദി വ്യൂ എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും. ഇഫ് ദ മിറർ M1 ഈസ് മൂവ്ഡ് ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ്, എ പാത്ത് ഡിഫറൻസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ 2 ഇൻ്റർഫിയറിംഗ് ബീംസ്. ഇങ്ങനെ ഇൻ്റർഫിയറിംഗ് ചെയ്യുന്ന ഈ ബീംസിന് ഒരു പാത്ത് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ, നമ്മൾ പറഞ്ഞു M1 എന്ന് പറയുന്ന ഈ ഒരു മിററിനെ നമുക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ M1 മിററിനെ കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു പാത്ത് ഡിഫറൻസ് ഫോം ചെയ്യും ഈ ഇൻ്റർഫിയറിംഗ് ബീംസിൻ്റെ ഇടയിൽ. സോ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ് ആർ പ്രൊഡ്യൂസ്. ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ് അവിടെ ഉണ്ടാകും. ദ ഷേപ്പ് ഓഫ് ദ ഫ്രിഞ്ചസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ഈ ലൈൻസ് തമ്മിലുള്ള, അതായത് പ്ലെയിൻസിൽ ഏതിൻ്റെ മിറേഴ്സിൻ്റെ ലൈൻ അത് തമ്മിലുള്ള ഡിസ്റ്റൻസിന് വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഷേപ്പ് ഓഫ് ദ ഫ്രിഞ്ചസ് അതിനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ബൈ മൂവിങ് M1 ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ M1 ആൻഡ് M2 ഫ്രം G ഈസ് മെയ്ഡ് നിയർലി ഈക്വൽ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് വയ്ക്കുക. എ പിൻ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ പ്ലേറ്റ് G. പ്ലേറ്റ് ജിയുടെയും സോഴ്സിൻ്റെ ഇടയിലായിട്ട് ഒരു പിൻ വയ്ക്കണം. 2 pairs ഓഫ് ഇമേജസ് ഓഫ് ദ പിൻ വിൽ ബി സീൻ ഇൻ ദ ഫീൽഡ് ഓഫ് വ്യൂ. ഫീൽഡ് ഓഫ് വ്യൂവിൽ നമുക്ക് 2 പെയർ കിട്ടും, ഇമേജസ് കിട്ടും. 1 pair ഈസ് ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രണ്ട് സർഫസ് ഓഫ് ദ ജി. ഫ്രണ്ട് സർഫസിൻ്റെ ജിയുടെ ഫ്രണ്ട് സർഫസിൽ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഇമേജും, അടുത്തത് ദ അതർ പെയർ ബൈ ദ റിഫ്ലക്ഷൻ അറ്റ് ഇറ്റ്സ് ബാക്ക് സർഫേസ്. ഇതിൻ്റെ ബാക്ക് സർഫസ് കാരണം ഉണ്ടാകുന്ന അതർ പെയറും കിട്ടും. ദ പ്ലെയിൻ ഓഫ് ദ മിറർ M2 ഈസ് അഡ്ജസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്, നമ്മൾ M2ൻ്റെ പ്ലെയിൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. ടിൽറ്റിംഗ് സ്ക്രൂസ് അറ്റ് ദ ബാക്ക് ടിൽ one pair of image coincide exactly with the other pair. എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ മിററിൻ്റെ M2 മിററിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ M2 മിററിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക, ഈ 2 പെയർ ഓഫ് ഇമേജസും കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിനെ എന്ത് ചെയ്യാൻ നോക്കുക, കോയിൻസൈഡ് ചെയ്യാനായിട്ട് കോയിൻസൈഡ് എന്ന രീതിയിൽ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. ദ പിൻ ഈസ് ദെൻ റിമൂവ്ഡ്. ആ പിന്നിനെ റിമൂവ് ചെയ്യുക. ഇഫ് ദ 2 optical paths are exactly equal, the field of view will be totally dark. എന്താണ്, 2 പാത്ത്, ഒപ്റ്റിക്കൽ പാത്ത്, 2 വേവ്സ് വരുന്ന ഒപ്റ്റിക്കൽ പാത്തും എക്സാക്ട്ലി ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫീൽഡ് ഓഫ് വ്യൂ വിൽ ബി ടോട്ടലി ഡാർക്ക്. ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡാർക്കായി മാറും. നൗ ദ ഇൻ്റർഫെറോമീറ്റർ ഈസ് നോർമലി അഡ്ജസ്റ്റഡ്. ഇങ്ങനെയാണ് ഇൻ്റർഫെറോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്റർ ആണ് നോക്കേണ്ടത്. ഇതിന് 2 ആപ്ലിക്കേഷനാണുള്ളത്. 2 എന്ന് പറയുന്നത് 2 തരത്തിൽ വേവ് ലെങ്ത് തന്നെയാണ്. നമ്മൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് സാധാരണയായിട്ട് മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ദ മിറേഴ്സ് M1 ആൻഡ് M2 ഓഫ് ദി Michelson interferometer are adjusted to get a circular fringe in the field of view. ഫീൽഡ് ഓഫ് വ്യൂവിൽ എന്ത് കിട്ടുന്ന രീതിയിൽ സർക്കുലർ ഫ്രിഞ്ചസ് കിട്ടുന്ന രീതിയിൽ M1ൻ്റെയും M2ൻ്റെയും ഡിസ്റ്റൻസ് ഇൻ്റർഫെറോമീറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്യുക. The mirror M2 is fixed and M1 is moved with the help of the micrometer screw. The number of fringes that cross the field of view is counted. ഫീൽഡ് ഓഫ് വ്യൂവിൽ ക്രോസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫ്രിഞ്ചസിൻ്റെ കൗണ്ട് എടുത്ത് വയ്ക്കണം. അത് നമുക്ക് വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്റർ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിൽ എന്ത് ചെയ്യുക, M2നെയും M1നെയും ഫിക്സ് ചെയ്ത് വയ്ക്കുക. M1നെ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മൈക്രോമീറ്റർ സ്ക്രൂ യൂസ് ചെയ്ത് മൂവ് ചെയ്യിക്കാം. നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ദാറ്റ് ക്രോസ് ദ ഫീൽഡ് ഓഫ് വ്യൂവിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്ത് വയ്ക്കണം. ലെറ്റ് D be the distance through which the mirror is moved and N be the number of fringes that cross the center of the field of view. ഫീൽഡ് ഓഫ് വ്യൂയിലൂടെ പാസ് ചെയ്യുന്നത് സ്മോൾ n നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആണെന്നും D എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്തതുമെങ്കിൽ let lambda be the wavelength of the light used. ലാംഡ ആണ് നമ്മൾ യൂസ് ചെയ്ത ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എങ്കിൽ for one fringe shift the mirror is to be moved through a distance equal to the half of the wavelength. എന്താണ്, ഹാഫ് ഓഫ് ദ വേവ് ലെങ്ത് കിട്ടാനായിട്ട് നമ്മൾ എത്രത്തോളം ഫ്രിഞ്ച് ഷിഫ്റ്റ് ഉണ്ടാക്കണം. അതായത് ഫോർ 1 ഫ്രിഞ്ച് ഷിഫ്റ്റ് ദ മിറർ ഈസ് മൂവ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് ഈക്വൽ ടു ദ ഹാഫ് ഓഫ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിൻ്റെ ഹാഫ് ആയിട്ടുള്ള അത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഒരു ഫ്രിഞ്ച് ഷിഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് മൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് നമുക്ക് പറയാം D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അത് എന്താണ്, D എന്ന് പറയുന്ന ഡിസ്റ്റൻസ് M2 മിറർ മൂവ് ചെയ്യിച്ച ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് λ/2 ഇൻറ്റു N, എത്രാമത്തെ നമ്പർ ഓഫ് ഫീൽഡ് ഓഫ് വ്യൂവിൽ ഇരിക്കുന്ന എത്രാമത്തെ ഫ്രിഞ്ചാണ് അത് നോക്കുക. λ/2 ഈക്വൽ ആയിരിക്കും എന്നാണ് തിയറി പറയുന്നത്. അതായത് ഒരു ഫ്രിഞ്ച് ഷിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി വേവ് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് ഫ്രിഞ്ച് ഷിഫ്റ്റ് ഉണ്ടാകാനായിട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ വേവ് ലെങ്ത്ത് ഇൻറ്റു എത്രാമത്തെ നമ്പർ ഓഫ് ഫ്രിഞ്ച് ആണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് D is equal to n lambda divided by 2 ആണെന്ന് കിട്ടും. ഫ്രം ദിസ് ദ വാല്യൂ ഓഫ് ലാംഡ ക്യാൻ ബി ഡിറ്റർമിൻ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, മൈക്കിൾസൺ ഇൻ്റർഫെറോമീറ്ററിൻ്റെ അടുത്ത എക്സാമ്പിളാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ബിറ്റ്വീൻ 2 നൈബറിംഗ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. Let λ1 and λ2 be the 2 spectral lines or D1 and D2 of the sodium light. 2 സോഡിയം ലൈറ്റ്സ് D1 D2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത് λ1 λ2 ആണെങ്കിൽ then 2 sodium lights is used as a source in Michelson interferometer. Each spectral line will give rise to ഇറ്റ്സ് ഓൺ ഫ്രിഞ്ചസ്. എന്താണ്, നമ്മൾ സെപ്പറേറ്റ് സോഡിയം ലൈറ്റ്സ് ഇതിനായിട്ട് ഇൻ്റർഫെറോമീറ്ററിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള എന്ത് കിട്ടും, നമുക്ക് ഫ്രിഞ്ചസും കിട്ടും. ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ദ മിറർ M1 ദ പൊസിഷൻ ഈസ് ഫൗണ്ട് വെയർ ദ ഫ്രിഞ്ചസ് ആർ വെരി ബ്രൈറ്റ്. എന്താണ്, ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടുന്ന ആ ഭാഗത്ത് വെച്ചിട്ട് ഭാഗം കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിറർ M1ൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻ ദിസ് പൊസിഷൻ ദ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഡ്യൂ ടു D1 കോയിൻസൈഡ് വിത്ത് ദ ബ്രൈറ്റ് ഫ്രിഞ്ച് ഡ്യൂ ടു D2. ബ്രൈറ്റ് ഫ്രിഞ്ച് D1 D2ൻ്റെ ബ്രൈറ്റ് ഫ്രിഞ്ചുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിൽ മിറർ വയ്ക്കുക. വെൻ ദ മിറർ M1 ഈസ് മൂവ്ഡ് ത്രൂ എ certain distance the bright fringe due to one of bright fringe due to one set will be coincide with the dark fringe with due to the
അതർ സെറ്റ്. അതായത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക, അടുത്ത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? M1ൻ്റെ ഡിസ്റ്റൻസ് മൂവ് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റിൻ്റെ, അതായത് ഒരു λ1 എന്ന് പറയുന്ന വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഡാർക്ക് ഫ്രിഞ്ച് മറ്റേതിൻ്റെ ബ്രൈറ്റ് ഫ്രിഞ്ചുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ഹെൻസ് നോ ഫ്രിഞ്ചസ് വിൽ ബി സീൻ ഇൻ ദ ഫീൽഡ് ഓഫ് വ്യൂ. അപ്പോൾ എന്ത് സംഭവിക്കില്ല? നമുക്ക് ഒരു ഫ്രിഞ്ചസ് നമുക്ക് ഫീൽഡ് ഓഫ് വ്യൂവിൽ കാണാനായിട്ട് സാധിക്കില്ല. എഗെയിൻ ബൈ മൂവിങ് ദ മിറർ M1 എ പൊസിഷൻ ഈസ് റീച്ച്ഡ് വെൻ ദ ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് ദ വൺ സെറ്റ് ഫോൾസ് ഓൺ ദ ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് ദ അതർ. മറ്റേതിൻ്റെ ബ്രൈറ്റ് ഫ്രിഞ്ചിൽ ഒന്നിൻ്റെ ബ്രൈറ്റ് ഫ്രിഞ്ച് തന്നെ വന്ന് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ കണ്ടുപിടിക്കാം. ആൻഡ് ഫ്രിഞ്ചസ് ആർ എഗെയിൻ ഡിസ്റ്റിങ്ക്റ്റ്. അപ്പോഴും ഫ്രിഞ്ചസ് ഡിസ്റ്റിങ്ക്റ്റ് ആവും. ദിസ് ഈസ് പോസിബിൾ വെൻ ദ nth ഓർഡർ ഓഫ് ദ ഹയർ വേവ് ലെങ്ത് കോയിൻസൈഡ് വിത്ത് n+1th ഓർഡർ ഓഫ് ദ ലോവർ ഷോർട്ടർ വേവ് ലെങ്ത്. ഹയർ വേവ് ലെങ്ത്തിൻ്റെ nth ഓർഡർ ഷോർട്ടർ വേവ് ലെങ്ത്തിൻ്റെ n+1th ഓർഡറിൽ കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ലെറ്റ് d ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ two consecutive positions of the maximum distance of the fringes. D ആണ് ആ കോൺസിക്യൂട്ടീവ് ഡിസ്റ്റൻസ്, മിറർ മൂവ് ചെയ്ത ആ കോൺസിക്യൂട്ടീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലെറ്റ് n1 ആൻഡ് n2 ബി ദ ചേഞ്ചസ് ഇൻ ദ ഓർഡർ ഓഫ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ ഫീൽഡ് വെൻ മിറർ M1 ഈസ് ഡിസ്പ്ലേസ്. M1 ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് മിററിനുണ്ടാകുന്ന ആ ഒരു ഓർഡേഴ്സ് എന്ന് പറയുന്ന ഫ്രിഞ്ചസിൻ്റെ ഓർഡേഴ്സ് എന്ന് പറയുന്നത് n1ഉം n2 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ 2D എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ഇൻറ്റു 2 എന്ന് പറയുന്നത് λ1 n1 λ1 ഈക്വൽ ടു n2 λ1 എന്ന് പറയുന്ന റിലേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ നേരത്തെ കഴിഞ്ഞതിലും ഈ റിലേഷൻ തന്നെയാണ് യൂസ് ചെയ്തത്. അവിടെ λ1 ഗ്രേറ്റർ ദാൻ λ2 ആകുമ്പോൾ n2 ഈസ് ഈക്വൽ ടു n+1 എന്ന് എഴുതാം. ഈ ഇക്വേഷനകത്ത് നമ്മൾ n2ന് പകരം n1+1 ആഡ് ചെയ്യുന്നു. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n1 λ2 പ്ലസ് λ1 എന്ന് കിട്ടും. അതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് n1ൻ്റെ രണ്ട് ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു. n1 ഇൻറ്റു λ1 മൈനസ് λ2 ഈക്വൽ ടു λ2 എന്ന് കിട്ടും. n1ൻ്റെ വാല്യൂ നമുക്ക് λ2 ഡിവൈഡഡ് ബൈ λ1 മൈനസ് λ2 എന്ന് കിട്ടുന്നു. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1ൽ ഏതാ 2D ഈക്വൽ ടു n1 ഇൻറ്റു λ1 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനകത്ത് n1ൻ്റെ വാല്യൂ λ2 ഡിവൈഡഡ് ബൈ λ1 മൈനസ് λ2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് λ1 മൈനസ് λ2ൻ്റെ വാല്യൂ λ1 ഇൻറ്റു λ2 ഡിവൈഡഡ് ബൈ 2D എന്ന് കിട്ടും. ഇഫ് λ is the mean value of λ1 and λ2, λ1ൻ്റെ λ2ൻ്റെ മീൻ വാല്യൂ λ ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ ലാംഡ എന്ന് പറഞ്ഞാൽ λ1 മൈനസ് λ2 എന്ന് പറയുന്നത് ഈ λ1ന് λ2ന് λ എന്ന് കൊടുത്തു കഴിയുമ്പോൾ λ² ഡിവൈഡഡ് ബൈ 2D എന്ന് കിട്ടും. ദസ് ദ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ഈസ് കാൽക്കുലേറ്റഡ്. അങ്ങനെ നമുക്ക് ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ.